ഈ ഒരു വാഷർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ ഒരു വാഷർ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വാഷറാണ്. കാര്യം റെഗുലേറ്റർ വെച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ലീക്ക് ആകാതിരിക്കാനാണ് ഈ വാഷർ ഉപയോഗിക്കുന്നത്. റെഗുലേറ്റർ പുതിയൊരു സിലിണ്ടർ വെക്കുകയാണെങ്കിൽ ഏത് റെഗുലേറ്റർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുക. സാധാരണ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ നിർത്തുക. ഈ ഒരു വാഷർ മാറ്റുക. ഈ ഒരു വാഷർ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ടൂള്, അതായത് നെയിൽ കട്ടറിൻ്റെ ഇതിനകത്തൊരു വളഞ്ഞൊരു ഭാഗം ഉണ്ടാവും. ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈസി ആയിട്ട് ഊരിയെടുക്കാം. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷാർപ്പോ കാര്യങ്ങളൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ് അതിന് ഉപയോഗിക്കേണ്ടത്. വേറെ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാഷർ കീറിപ്പോവും. അപ്പം വേറൊരു സിലിണ്ടർ ഇപ്പുറത്ത് നമ്മുടെ അടുത്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടറിനകത്ത് നിന്നെടുത്ത് പഴയ വാഷർ എടുത്തിട്ട് പുതിയ സിലിണ്ടറിലേക്ക് ഇട്ടാലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു വാഷർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മളിതേ ഇതുപോലെ തന്നെ സൈഡിലേക്ക് നെക്കിയിട്ട് കണ്ട സിമ്പിളായിട്ട് ഈ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുത്തിപ്പൊക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കുക, ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് വെക്കുക. നേരെ താഴത്തേക്ക് വെച്ചിട്ട് ഒരു സൈഡ് ഇന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ അറ്റം തന്നെ കൊണ്ട് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഷർ കൃത്യമായിട്ട് അതിനകത്ത് കയറിയിരിക്കും. ഇത് വെച്ച് തന്നെ പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പതുക്കെ ധൃതിയൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി. ഇനി റെഗുലേറ്റർ വെച്ചാൽ ലീക്ക് ആവില്ല.